ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യണത് തന്നെ, ഒരു ലോങ് വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരു 2 monthsോ 3 monthsോ കൂടെ ആയിട്ടുണ്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. വീഡിയോ ഇടാത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയെ നോക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് പോവായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ 2 weeks നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം അമ്മ ഉണ്ട് വീട്ടിൽ. അപ്പം അമ്മ ഉള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് കുട്ടിയുടെ കാര്യം വലുതായിട്ടൊന്നും നോക്കാനൊന്നുമില്ല. ഫീഡിങ് മാത്രം വലുതായിട്ടുള്ളൂ. പിന്നെ കുളിപ്പിക്കണതും കുറുക്ക് കൊടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ അമ്മ ചെയ്യും. ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾ വീട്ടിൽ വന്നാൽ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. അമ്മാമ്മമാർ കുട്ടികളെ നോക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അത് ഞാൻ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ചായ കുടിക്കണം, അങ്ങനെ കുറച്ചൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഞാൻ നേരത്തോട് കൂടിയിട്ടൊന്നും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നേരം വൈകിട്ടല്ലേ എണീക്കുള്ളൂ. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനും നേരം വൈകിട്ടല്ലേ എണീക്കുള്ളൂ. അപ്പൂസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അമ്മ തന്നെ നോക്കിക്കോളും. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇപ്പം അമ്മ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ തന്നെ നോക്കണം. ഇപ്പം അമ്മ ജോലിക്ക് ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് വയ്യായ്കയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ നാളായി എടുത്തു വെച്ചിട്ട്, കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതേ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചായ കാലത്തിപ്പം എന്താ പറയുക, ഇന്ന സാധനം വേണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് ചായ കിട്ടിയാൽ മതി. ചായ ഇപ്പം ഈ ഒരു കപ്പ് 2 കപ്പൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. കുറേ പേര് പറയുന്നുണ്ട് ചായ കുടിക്കണം അത്ര നല്ലതല്ല, പൊട്ടയാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായ അത്യാവശ്യത്തിന് കുടിക്കും കേട്ടോ. അത് എന്താ പറയുക, എന്താണെങ്കിലും ഞാൻ കഴിക്കും. ഇന്നത് വേണമെന്ന് എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്തുണ്ടായിരുന്നത് കേക്കായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കണതിൻ്റെ ഇടയിലാണ് ഞാൻ ചേട്ടനെ വിളിക്കുക കേട്ടോ. കാരണം എപ്പോഴാണ് എണീക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ കേട്ടോ. എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എപ്പോഴാണ് എണീക്കണേ ആ ഒരു ടൈമിലാണ് ഞാൻ ചേട്ടനെ വിളിക്കുക. ചേട്ടാ അപ്പം എന്തായാലും ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചേട്ടൻ കടയിലെത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, മര്യാദക്കൊക്കെ ഇരുന്നോ, കോപ്പറായൊന്നും കാണിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവളെ കൊണ്ട് തോറ്റു. കാരണം ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിൽ ആൾക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആൾക്ക് വീഡിയോയുടെ മുന്നിൽ വരാനായിട്ട് അങ്ങനെ ചമ്മലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു എക്സ്പ്രഷൻ ആൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചായ കൂടിയും പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂസിനെ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറുക്കാണ് റീസെൻ്റ്ലി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതം പൊടി കേട്ടോ. അത് നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കാണ് അമൃതം പൊടി കിട്ടി തുടങ്ങുക കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അമൃതം പൊടി ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പനങ്കൽക്കണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ജസ്റ്റ് വെറുതെ വെള്ളത്തിൽ നമ്മൾ കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ജസ്റ്റ് പനങ്കൽക്കണ്ടാണ്, വെറും കൽക്കണ്ടല്ല, പനങ്കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്യാസമ്മ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആവാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കൽക്കണ്ട അലിയും വേണം, അതുപോലെ തന്നെ കുറേ ടൈം എടുക്കാനും പാടില്ല. ജസ്റ്റ് നമുക്ക് പൊടിയില്ല, അത് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം കുറുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വലിയ കൽക്കണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2 ഇടുള്ളൂ. പിന്നെ ചിലപ്പോൾ പൊടിക്കായിട്ട് ഇപ്പോൾ അവസാനത്തിൽ പൊടിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടോ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറുക്ക് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറുക്കിറക്കി വെച്ചിട്ടാണ് വെച്ച് നോക്കണത് കേട്ടോ.
അപ്പോൾ അതേ നമ്മുടെ അപ്പൂസ് ഇപ്പോൾ ഇരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7th മന്ത് കഴിയാറാവണോട് കൂടിയിട്ടാണ് അവൻ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രോപ്പറായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും അവൻ എന്താ പറയുക ശ്രമിക്കണുണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മറ്റൊരു കാലം അവനങ്ങോട്ട് കിട്ടുന്നില്ല. ആ ഒരു കാലം കൂടി കിട്ടി കഴിഞ്ഞാൽ അവൻ സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതേ നമ്മുടെ കുറുക്ക് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് കൊടുക്കണതിൻ്റെ ടൈമിൽ കുറച്ചും കൂടി വെള്ളം അവർക്ക് കൊടുക്കണം എന്ന് പറയും കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് നമ്മളൊപ്പം വെള്ളം കുടിക്കില്ലേ, സാധനമാണ് പാടില്ല എന്നാണ്. പക്ഷെ പിള്ളേർക്ക് ഇത് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂണൊന്നുമല്ല, ഇതിപ്പോൾ വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ചെറിയ സ്പൂണാണ്, അവിടെ ഉള്ളത് ചെറിയ സ്പൂണാണ്. അപ്പോൾ ആ ഒരു സ്പൂണിൻ്റെ ആ ഒരു അളവിൽ ഞാൻ കുറുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ കൊടുക്കാം. അപ്പം കുറുക്ക് കഴിക്കാൻ മടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവന് മടിയാണ്. കാരണം ഈ കുറുക്ക് കൊടുക്കണതിൻ്റെ ഇടയിൽ അവന് ചിലപ്പോൾ ഉറക്കം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവൻ വാശി പിടിക്കും, കരച്ചിൽ തുടങ്ങും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ മനസ്സിലാക്കും അവൻ ഉറക്കം വരുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പോൾ കുറുക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനത്തെ ടൈമാണെങ്കിൽ അവൻ വാശി പിടിക്കും. അല്ലാത്ത ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല, അവൻ കുഴപ്പമില്ലാണ്ടിരിക്കും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂസിനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് നേരെ ഞാൻ ഡ്രസ്സ് കഴുകാനായിട്ട് പോയിട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സ് അമ്മ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഊരിയിടേ വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ ബാക്കി കുറച്ച് അപ്പൂസിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറയാമെന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്പാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ അമ്മ വയ്യാണ്ടായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കഴുകിയിടാനാണെങ്കിലും ഒക്കെ എനിക്ക് പോവാം, അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ഞാൻ ഇവനെ ഉറങ്ങിയിട്ട് വേണം എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ തലവണ കവർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കമന്ന് കിടക്കുന്ന ടൈമായപ്പോൾ അവനിപ്പം മാറി കിടക്കുക. ഇപ്പോൾ കെടുത്തിയ സ്ഥലത്താവില്ല അവൻ കെടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ പോയിട്ട് ശൂശൊക്കെ ഒഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങൾ ബെഡ്ഷീറ്റ് പിന്നെ തലോണ കവറൊക്കെ എനിക്കുണ്ടാവും കഴുകാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞു. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അതേ നെക്സ്റ്റ് ഇനി നമ്മൾ ചിക്കൻ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കനാണ് ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ മിളകൊക്കെ അമ്മ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സബോളയുടെ തോലൊക്കെ അമ്മ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ജസ്റ്റ് അരിയ വേണ്ടോ എനിക്ക്. അപ്പോൾ സബോള കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ മല്ലിയില, പിന്നെ എന്താ പറയുക വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കേട്ടോ. ഇതിൽ പച്ചമുളക് കാണിക്കുന്നില്ല, അത് അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇതേ സബോള അരിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ചില സബോളകളാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നീര് വരുന്ന സബോളയുണ്ട് കേട്ടോ. നമ്മൾ അരിയണ സമയത്ത് കണ്ണിന്ന് വെള്ളം വരും. പക്ഷേ ഈ ഒരു സബോളയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു, സബോളയും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതക്ക ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില നമ്മൾ ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ജസ്റ്റ് ഉരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്മയാണ് ചിക്കൻ വെക്കുന്നത്, എന്നാലും ഞാൻ ജസ്റ്റ് ഇളക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന്. പിന്നെ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇഞ്ചി ഇടുന്നുണ്ട്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി മീൻസ് ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ഇടണം കേട്ടോ. അപ്പം അതും കൂടിയും ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിരിക്കണം. അപ്പോൾ അതുവരെ ജസ്റ്റ് നമ്മൾ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും ചെറുതായിട്ട് പച്ച കളർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 സവോള എങ്ങനെയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര നൈസിൽ ഒന്നുമല്ല ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, സാധാരണ ഒരു രീതിയിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ അതേ ഇപ്പോൾ ഏകദേശം വയറ്റി ആയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാനുണ്ട്. ആ കുറച്ചും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി അടുത്തത് മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാ മസാലകളും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണം അല്ലെങ്കിൽ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയല്ല മല്ലി ഇലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയില നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് തക്കാളി അരിഞ്ഞ് തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് രൂപത്തിലിടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേസ്റ്റ് രൂപത്തിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവിയിലാണ് വേവിക്കണത്. ചിലവർ ചിക്കൻ വറുത്തിട്ട് ചിക്കൻ കറി വെക്കണവരുണ്ട്, പക്ഷേ ഞങ്ങളങ്ങനെ വെക്കൽ കുറവാണ് ഇവിടെ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയൊന്നും വെക്കാറില്ല. അപ്പോൾ നമ്മളിത് ഇനി ആവിയിൽ വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മസാല ഒക്കെ ചിക്കനിൽ പിടിക്കണ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ അത് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ വിതറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പൂസിനെ കുളിപ്പിക്കാനായിട്ട് ചെന്നു കേട്ടോ. അപ്പോൾ ഇന്ന ടൈമൊന്നും ഒന്നുമില്ല, കുറുക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവനൊന്ന് കെടുത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പം എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കൽ ഇപ്പോൾ കുറവാണ്, കാരണം എണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അവന് വയ്യായി വരും, പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എണ്ണ തേപ്പിക്കൽ ഇപ്പോൾ ഒരു 2 മാസമൊക്കെ തോന്നുന്നു, എൻ്റെ ഒരു അറിവിൽ 2 മാസമൊക്കെ ആയിട്ടുണ്ട് അവൻ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ബെഡിൽ കിടത്താനായിട്ട് ഭയങ്കര പേടിയാണ്. എങ്ങാനും എന്താ പറയുക ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെങ്ങാനും ബെഡിൽ ഇങ്ങനെ എണീറ്റിരിക്കുന്നുണ്ടോ എന്നൊരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബെഡിൽ അങ്ങനെ കിടത്താറില്ല കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും എണീറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അടിപൊളിയായിട്ട് ടേസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂസും കൂടിയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ ഫുൾ ഉറക്കത്തിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.